മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പറയുമ്പോൾ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആണ് നമുക്കുള്ളത്. ഇതിൽ ഓക്കെ, സോ മീനിൻ്റെ ഇക്വേഷനും മീഡിയൻ്റെ ഇക്വേഷനും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതുപോലെ മോഡ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ. സോ ഒരു ഗിവൺ ഡേറ്റയിൽ ഒരു ഡേറ്റ പോയിന്റ് ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, അതായത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കും അതിൻ്റെ മോഡ്. അതല്ല, എല്ലാ എലമെൻസും ഒരു തവണയും മാത്രമേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ മോഡ് ഡിഫൈൻ ഫോർ ദാറ്റ് ഡേറ്റ. പിന്നെ ഒരു ഡേറ്റയ്ക്ക് ഒന്നിലധികം മോഡ്സ് ഉണ്ടാവാം. അതായത് ഒരു നമ്പർ 5 എന്നും പറയുന്ന നമ്പർ 2 ടൈംസും 7 എന്നും പറയുന്ന നമ്പർ 3 ടൈംസും വന്നിട്ടുണ്ടെങ്കിൽ, ലൈക്ക് രണ്ടും 3 ടൈംസ് വീതം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം രണ്ട് മോഡ് വാല്യൂ ആ ഡേറ്റയ്ക്ക് ഉണ്ടെന്നുള്ളത്. ഇതുപോലെ മീഡിയൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിനെ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. ദെൻ അതിൻ്റെ അകത്തെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈവൻ ആണോ ഓഡ് ആണോ എന്നനുസരിച്ചാണ് നമ്മൾ അത് എടുക്കുന്നത്. സോ ഓഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോയിന്റ് ആയിരിക്കും എടുക്കുക ഡേറ്റയിൽ. ഈവൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, സെൻറ്റർ പോയിന്റിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരുന്ന രണ്ട് ഡേറ്റ പോയിന്റ്സ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് ആയിരിക്കും എടുക്കുക. ഓക്കെ, ദെൻ മീൻ വാല്യൂ ആകുമ്പോൾ എല്ലാ നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്യുന്നു. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വെച്ച് നമ്മളതിനെ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇനി ഇത് ഡിഫറെൻറ്റ് സിനാരിയോസിൽ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഔട്ട്ലെയർ വാല്യൂസ് അല്ലെങ്കിൽ സിമെട്രിക് അല്ലാത്ത ഡിസ്ട്രിബ്യൂഷൻസിൽ നമുക്ക് മീൻ വാല്യൂ യൂസ് ചെയ്താൽ അതൊരു ബെസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആവില്ല. സോ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ മീഡിയനിലോട്ട് പോകുന്നത്. ഒരു മെട്രിക്കിൽ നിന്ന് നെക്സ്റ്റ് മെട്രിക്കിലോട്ട് പോകുന്നത് ഏത് സാഹചര്യത്തിലാണെന്നും എപ്പോഴാണെന്നും അത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കവർ ചെയ്തത് പെർസെൻറ്റൈൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ദെൻ ക്വാണ്ടൈൽസും ഇന്റർ ക്വാർട്ടൈൽ റേഞ്ചും വരുന്നത്. സോ പെർസെൻറ്റൈൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കട്ട് ഓഫ് ഒരു ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ, സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10th പെർസെൻറ്റൈൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ഓഫ് ഡേറ്റ വിൽ ബി ബിലോ ദാറ്റ് കട്ട് ഓഫ് വാല്യൂ. സോ പെർസെൻറ്റൈൽ 10th പെർസെൻറ്റൈൽ ആവാം, അല്ലെങ്കിൽ 15th പെർസെൻറ്റൈൽ ആവാം, 25th പെർസെൻറ്റൈൽ ആവാം. ഡിഫറെൻറ്റ് പെർസെൻറ്റൈൽ വാല്യൂസ് പോസിബിൾ ആണ്. അപ്പോൾ അവിടെ നമ്മൾ അത് അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിന് ശേഷം ഓരോ ത്രെഷോൾഡും ഓരോ വാല്യൂസിനും താഴെ റിമൈനിങ് അതിൻ്റെ ബിലോ ആയിട്ട് എത്ര വാല്യൂസ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആ പെർസെൻറ്റൈൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയാവുന്നത് ക്വാണ്ടൈൽസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ലോവർ ക്വാർട്ടൈൽ, അപ്പർ ക്വാർട്ടൈൽ ആൻഡ് സെൻറ്റർ, അതായത് 50th ക്വാർട്ടൈൽ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. 50th ക്വാർട്ടൈൽ ഒബ്വിയസ്ലി നമ്മുടെ മീഡിയൻ വാല്യൂ ആണ്, കാരണം 50% ബിലോ ദാറ്റ് ഡേറ്റ ആയിരിക്കും, ആൻഡ് റിമൈനിങ് 50% എബോവ് ദാറ്റ് ഡേറ്റ ആയിരിക്കും. ദെൻ 25th 75th ആണ് Q1 ആൻഡ് Q3 എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് 25th 75th ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഗെയിൻ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുക. അതായത് 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എവേ ആയിരിക്കും ഈ രണ്ട് പോയിന്റ്സും ആക്ച്വലി വരിക, നമ്മളൊരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ. സോ അറൗണ്ട് 68% ഓഫ് ഡേറ്റ വിൽ ബി ബിറ്റ്വീൻ Q3 ആൻഡ് Q1. നമ്മൾ Q3 Q1 ഇൻ്റർവെലിൻ്റെ ഇടയിൽ എത്ര ഡേറ്റ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാൽക്കുലേഷൻ ആയിരിക്കും അതിൽ വരിക. സോ ആ ഒരു പാറ്റേൺ അത് ഫോളോ ചെയ്യുന്നുള്ളത് കൊണ്ട് നമുക്ക് ഈസിനെസ് ഉണ്ട് ഡിഫറെൻറ്റ് കാൽക്കുലേഷന് ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ. ദെൻ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് IQR എന്ന് പറയുന്നത് Q3 മൈനസ് Q1, ബിക്കോസ് Q3 ആണ് ഹയർ, Q1 ലോവർ ആയതുകൊണ്ട് Q3 മൈനസ് Q1 ആണ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ആയിട്ട് പറയാം. എന്തിനാണ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കമ്പ്യൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഔട്ട്ലൈസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ്. ഔട്ട്ലൈറിൻ്റെ ഡെഫിനിഷൻ വരുമ്പോൾ, വൺ ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ വരുമ്പോൾ നമ്മൾ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഒബിയസ്ലി ഡേറ്റയിലെ ഏറ്റവും മിനിമം പോയിന്റ് എത്രയാണ്, ഏറ്റവും മാക്സിമം പോയിന്റ് എത്രയാണ്, അത് രണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഔട്ട്ലൈസ് കമ്പ്യൂട്ടേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറെ രണ്ട് ത്രെഷോൾഡ് അല്ലെങ്കിൽ കട്ട് ഓഫ് പോയിന്റ്സ് ഉണ്ട്, ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും. ബേസ്ഡ് ഓൺ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ആയിരിക്കും നമ്മൾ ഔട്ട്ലൈസ് ഡിനോട്ട് ചെയ്യുക. സോ ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ Q1 നിന്ന് 1.5 ഇൻറ്റു IQR എന്ന് പറയുന്നത് Q3 മൈനസ് Q1 ആണ്.
ഇത് കുറയ്ക്കുന്നതാണ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. അതായത് Q1ലും താഴെ ആയിരിക്കും ആ വാല്യൂ. അതുപോലെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് Q3 + 1.5 × IQR. അതിൽ ആ സിമ്പിൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഡിനോട്ട് ചെയ്യുമ്പോൾ. ദെൻ ഒരു ഗിവൺ ഡേറ്റയിൽ നമുക്ക് ഈ പറയുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് ലോവർ ബൗണ്ടിന് താഴെയുള്ള വാല്യൂസ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതുപോലെ അപ്പർ ബൗണ്ടിന് മുകളിലുള്ള വാല്യൂസും ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അത് ഡിപ്പെൻസ് അപ്പോൺ ദ ഡേറ്റയാണ് ആ സിനാരിയോ വരുന്നത്. സോ അതെല്ലാം കൂടെ ഒരുമിച്ച് കാണാനായിട്ട് നമുക്ക് ബോക്സ് പ്ലോട്ട് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പ്ലോട്ട് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ലോവർ ബൗണ്ട്, അപ്പർ ബൗണ്ട്, ഇന്റർക്വാർട്ടൈൽ റേഞ്ച്, Q1, Q3, Q2 ഇതെല്ലാം ഔട്ട്ലൈസ് ഉണ്ടെങ്കിൽ അത് എല്ലാം ഒരേ സമയം നമുക്കതിൽ വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റും. സോ അതിൽ സ്പ്രെഡ് ഉൾപ്പെടെ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്കതിൽ കിട്ടും. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ പറയുമ്പോൾ അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് എന്ന് പറയുന്നത് റേഞ്ച് ആണ്, വിച്ച് ഈസ് മാക്സിമം മൈനസ് മിനിമം. എത്ര റേഞ്ചിലാണ് ഈ ഡേറ്റ കിടക്കുന്നത് എന്നുള്ളത്. ദെൻ അതിൽ വരുന്ന രണ്ട് കൺസെപ്റ്റാണ് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സോ അതിൽ എസ്പെഷ്യലി എടുത്ത് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഓർമ്മ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി വേരിയൻസ് അല്ലെങ്കിൽ സിംപ്ലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വേരിയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ ആണ്. ഈ സ്ക്വയർ റൂട്ട് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ വേരിയൻസ്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് xi ഓരോ വാല്യൂവിൽ നിന്നും x⁻, വിച്ച് ഈസ് ദ ആവറേജ് ഓഫ് xi, കുറച്ചതിന് ശേഷം അതിൻ്റെ സ്ക്വയേഴ്സ് കമ്പ്യൂട്ട് ചെയ്യുന്നു, അതിനെ സം ചെയ്യുന്നു, i = 1 to n, then divided by n. ഓക്കെ, ദെൻ വേരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെയിം തിങ് വിത്തൗട്ട് സ്ക്വയർ റൂട്ട്. ഓൾ ഡിവൈഡഡ് ബൈ n. ഇനി സ്പെസിഫിക് ആയിട്ട് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് സാമ്പിൾ വേരിയൻസ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷന് ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ ഈ n-ന് പകരം n-1 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, എല്ലാ എലമെൻസും നമ്മൾ അതിൻ്റെ ആവറേജ് എടുക്കാൻ യൂസ് ചെയ്യും, ബട്ട് ഡിവൈഡഡ് ബൈ നമ്മളതിൻ്റെ ആവറേജ് കമ്പ്യൂട്ടേഷൻ വരുമ്പോൾ ഇവിടെ n-ന് പകരം n-1 ആയിരിക്കും വരിക. അപ്പോൾ ദിസ് ഈസ് ഫോർ പോപ്പുലേഷൻ. അത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ പോപ്പുലേഷൻ ഡേറ്റ ആണെന്നാണ് അവിടെ അസംഷൻ വരിക. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഓൾ ഡിവൈഡ് ബൈ n-1 വരും. അപ്പം ഇത് ശ്രദ്ധിക്കുക. ഡിപ്പെൻഡിങ് അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിച്ച് അത് ഡിഫറെൻറ്റ് സിനാരിയോസിൽ ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പറഞ്ഞു. ദെൻ നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് Z സ്കോർ എന്ന് പറയുന്ന കാര്യമാണ്. അത് സ്റ്റാൻഡേർഡൈസേഷൻ യൂസ് ചെയ്യുന്ന കാര്യമാണ്.